നമസ്കാരം. നമസ്കാരം. ഇയാളല്ലേ ആ ചത്ത പെണ്ണിന്റെ പടത്തിന്റെ ഡയറക്ടർ? അതെ. ഇതാ പടം തന്നെ? അല്ല, ഇത് വേറെ പടമാണ്. ആ പോ. നിങ്ങളല്ലേ മിസ്റ്റർ വിശ്വം? അതെ. താനിങ് വന്നേ. ഇവനൊക്കെ എവിടെ നിന്നാ? നമ്മൾ തമ്മിൽ സ്നേഹിതന്മാരാണെന്ന് മറ്റുള്ളവർ കരുതട്ടെ, അതല്ലേ അതിന്റെ ഭംഗി. സിനിമയിലെ ഹീറോ അല്ലേ താൻ, പിന്നെങ്ങനാണോ ജീവിതത്തിൽ വില്ലനായത്? പുരാണ പടത്തിലെ ശ്രീകൃഷ്ണന്റെ മുഖമാണല്ലോടോ തനിക്ക്. ഈ മുഖവും വെച്ചോണ്ട് തനിക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കൊല്ലാൻ തോന്നിയത്? ഒരു കല്യാണം മുടക്കിയതിന് ഇത്രയും കടുത്ത ശിക്ഷയോ? നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? സൂപ്പർ സ്റ്റാറിന്റെ അഭിനയമൊക്കെ അങ്ങ് വെള്ളിത്തിരയിൽ മതി, എന്നോട് വേണ്ട. മനുഷ്യൻ നുണ പറഞ്ഞെന്നിരിക്കും, പക്ഷേ മൃഗങ്ങൾ നുണ പറയില്ല. പോലീസ് ഡോഗ് ഡോളി ഹോട്ടൽ പ്രസിഡന്റിൽ അശ്വതി മരിച്ചു കിടന്ന മുറിയിൽ നിന്നും ഇറങ്ങി ഓടിയ ഓട്ടം ഹോട്ടൽ സീലാൻഡിൽ റൂം നമ്പർ 33 മുന്നിൽ ചെന്നാണ് നിർത്തിയത്. മനസ്സിലായോ തനിക്ക്? റൂം നമ്പർ 33 ഹോട്ടൽ സീലാൻഡിൽ സാറിന്റെ സ്പെഷ്യൽ റൂമാണത്. മോട്ടീവ് വ്യക്തമാണ്, ആളെയും പിടികിട്ടി. ഇനി എങ്ങനെയാണ് സാർ ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് കൂടി പറഞ്ഞു തന്നാൽ എന്റെ ജോലിയുടെ ഭാരം കുറയും. എനിക്ക് ധൃതിയില്ല. ഷൂട്ടിംഗ് എപ്പോ തരും? രാത്രിയോ? ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ആ, പേപ്പർ ഉണ്ടോ കയ്യിൽ? ആ, മതി 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 മതി. ഷൂട്ടിംഗ് തീരുമ്പോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി, നമുക്ക് സൗകര്യമായിട്ട് സംസാരിക്കാം. ആ, താനിങ് വന്നേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നല്ലതാണെങ്കിൽ ഞാനും നല്ലതാ. സിനിമയെ കാണിക്കുന്ന ചെപ്പടി വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. വേലത്തരം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് കളഞ്ഞേക്ക്. വരട്ടെ. ശരി സാർ, അപ്പൊ നാളെ രാവിലെ കാണാം. വെക്കട്ടോ? ഓക്കെ. DIG ആയിരുന്നു.
സാർ വല്ല കുഴപ്പവും? എന്തോന്ന് കുഴപ്പം ഔസേപ്പച്ച, ഞാനില്ലേ ഇവിടെ? എന്റെ പൊന്നു സാറ്, എന്റെ കഷ്ടകാലത്തിലാണ് ഞാൻ ഈ സിനിമ പിടിക്കാറിയത്. ഇവനൊരുത്തരാ. ഒന്നും മിണ്ടണ്ട, വന്നതൊക്കെ വന്നു. സാറേ, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. അതെന്തോന്ന് പോക്കാ ഔസേപ്പച്ച? ഇരിക്കുന്നേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനില്ലേ. ഇരി. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി. ആരായി കൃഷ്ണൻകുട്ടി? എന്റെ ഡ്രൈവറാ. ആ, ഡ്രൈവറാ. എടാ കൃഷ്ണൻകുട്ടി, എന്താ സാർ? സ്കോച്ചിന് എന്താടാ ഇപ്പൊ വില? ബ്ലാക്ക് ആൻഡ് വൈറ്റ് 300 രൂപ, ജോണി വാക്കർ റെഡ് ലേബൽ 320, പിന്നെ ബ്ലാക്ക് ലേബൽ ഉണ്ട് 1 ലിറ്റർ, അതിന് 550 വില. 300, 320, 550. ആ, നമുക്ക് 550 കാരൻ തന്നെ മതി. സാറേ, ഇപ്പോഴത്തെ സ്കോച്ച് മുഴുവൻ കളിപ്പീരാ, വെറും പട്ടയാ. സാറേ, ഒന്നാം തരം ഒരു സാധനമുണ്ട്, കുത്തലില്ല, ഹാങ് ഓവർ ഇല്ല, മിനിസ്റ്റർ റം. ഞങ്ങളതാ കഴിക്കുന്നത്. ആ, അത് ദാനം കഴിച്ചാ മതി. എനിക്ക് സ്കോച്ച് മതി. സാർ പൈസ വാങ്ങിച്ചോ, മുതലാളിയല്ലേ ഇരിക്കുന്നത്. ഞാനെങ്ങാനും പൈസ തന്നാൽ ഈ ഔസേപ്പച്ചൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും. ഇല്ലയോ ഔസേപ്പച്ച? പിന്നെ 600 ഉണ്ട്. 550 രൂപയുടെ വില. അതെ. ബാക്കി 50 നീ വെച്ചു. ശരി. അപ്പൊ എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ? ആകട്ടെ. അല്ല പിന്നെ കൃഷ്ണൻകുട്ടി? കൃഷ്ണൻകുട്ടിയൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ പോയിക്കോ. നാരായണൻ പോകുന്നില്ലയോ? അല്ല കൃഷ്ണൻകുട്ടി. ഔസേപ്പച്ചന് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ചെല്ല്. ഓരോരുത്തന്മാരെ ഇറങ്ങി തിരിച്ചിരിക്കും. അവന്റെ തൊള്ള നിലയ്ക്കാൻ കാശ് ഞാൻ കൊടുക്കണം. സ്വന്തം കാശ് പോലല്ലേ പറയുന്നത്. ബാക്കി ടിപ്പെടുത്തോളാൻ. ആരാണോ പുതിയ ഇര വന്നിരിക്കുന്നത്? ഏതായാലും വന്നവന്റെ കാര്യം ഭംഗിയായി. ഇങ്ങനെയുണ്ട് വാർത്തിപ്പണ്ടാരം. എടോ, തനിക്ക് വയറ് നിറച്ച് ഞാൻ വാങ്ങിച്ചുതരാം. തനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. അന്ന് കുടിച്ച് പൂക്കുറ്റിയായി ആ CBIക്കാരെ തെറി പറഞ്ഞില്ലേ, അതുപോലെ ഈ ദേവദാസിനെ 4 പള്ളി പറയാവോ? ഇപ്പൊ പറയാം ഔസേപ്പച്ച. വാ, നമുക്ക് ബാറിലേക്ക് പോവാം. ഇപ്പൊ വേണ്ട, വരട്ടെ, പിന്നെയാകാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജനാർദ്ദനൻ നായർ. അതെ. എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്റെ മോനൊരു ചെറിയ പ്രോബ്ലം. താൻ വിചാരിച്ച അത് സോൾവ് ചെയ്യാൻ നോക്കും. സാറിന്റെ മകനോ? ആരാള്? മോഹൻ. അവനൊരു ഫിലിം പ്രൊഡ്യൂസറാ. അവൻ എന്തോ അത്യാവശ്യത്തിന് മദ്രാസിലേക്ക് പോകണം. നിങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ, മനസ്സിലായി. ഇരിക്കെ. ആ അശ്വതിയുടെ മരണത്തെ സംബന്ധിച്ചല്ലേ? വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. കാരണം അന്ന് രാത്രി അശ്വതി മരിക്കുന്നതിന് മുമ്പ് മോഹൻ അവളുടെ മുറിയിൽ പോയിരുന്നു. അതിനെക്കുറിച്ചൊന്നും ചോദിക്കാനാ, അത്രേ ഉള്ളൂ. പിന്നെ മോഹൻ സാറിന്റെ മകനാണെന്നൊട്ട് അറിഞ്ഞതുമില്ല. ഞാൻ അവന്റെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അവന്റെ അമ്മ നിർബന്ധിച്ചുകൊണ്ട് വന്നത് മാത്രം. അല്ല, ദേവദാസിന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വാങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമില്ല സാർ. മോൻ മദ്രാസിൽ പോയിക്കോട്ടെ. വേണമെങ്കിൽ അതിന് ശേഷം ചോദ്യം ചെയ്തോളാം. ആ, ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇതിനു വേണ്ടി സാർ ഇവിടെ വരെ വരേണ്ട കാര്യമില്ലായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. അത് സാരമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ദേവദാസ് ഹിയർ. ആരാ? വിഷുവാണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അരമണിക്കൂറിനുള്ളിൽ. ഓക്കെ. സാറ് ഇന്നലെ ആ വിശുദ്ധ കണ്ടോ? കണ്ടു, സംസാരിച്ചു. പക്ഷെ യാതൊരു പ്രയോജനവുമില്ല. അയാൾ ഈ ലോകത്തിലെ സകല ദൈവങ്ങളെയും പിടിച്ച് ആണയിടുന്നു. ആ പെണ്ണിന്റെ മരണത്തെ അയാൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ പിന്നെ പട്ടി അയാളുടെ മുറിയിൽ കയറി ചെന്നതോ? വാസ്തവം തന്നെ. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ല. പക്ഷേ അയാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചപ്പോ എനിക്ക് ഉത്തരമില്ലാതായി പോയി. എന്താ സാർ? ഹോട്ടൽ പ്രസിഡന്റ് പോലുള്ള വലിയൊരു ഹോട്ടലിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ പോലെ പോപ്പുലറായ ഒരാൾ എങ്ങനെ കയറി ഇറങ്ങുമെന്ന്. സാർ, ഒരു പക്ഷേ അയാളുടെ നിർദ്ദേശപ്രകാരം വേറൊരാളാണ് ഈ കൃത്യം ചെയ്തതെങ്കിൽ? ഒരു വാടക കൊലയാളി കൃത്യം ചെയ്ത ശേഷം വിവരം അറിയിക്കാൻ അയാളെ തേടിച്ചെന്നതാണെങ്കിൽ? ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അതിനു പറ്റിയ തെളിവുകൾ നമ്മുടെ പക്കലുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ചെയ്യും? വിശ്വത്തെ കസ്റ്റഡിയിലെടുത്ത് വേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ തെളിവുകളൊക്കെ താനേ ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യാം. അയാളെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിൽ എടുക്കാം, ചോദ്യം ചെയ്ത് ഹരാസ് ചെയ്യാം, നാണവും മാനവും കെടുത്താം. എന്നിട്ടും പ്രയോജനമില്ലെങ്കിൽ, ഒരുപക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ, ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരാളെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിൽ നടത്തണോ? അലക്സ് പറഞ്ഞത് കൊള്ളാം.
അതാണ് അലക്സിന്റെ അഭിപ്രായമെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. അതോ അങ്ങനെ ഒരു വാടകക്കൊലയാളി ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ? അലക്സ് പറയൂ. എനിക്കൊന്നും പറയാനില്ല സർ. എന്തു പറ്റിയടോ ഈ മാപ്പിളയ്ക്ക്? ഈയിടെയായിട്ട് അയാളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം. 4-5 മാസങ്ങൾക്ക് മുമ്പ് അലക്സാറിന്റെ കോളേജിൽ പഠിച്ചിരുന്ന മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയില്ലേ? അതിനുശേഷമാണ് അലക്സാറിൽ ഈ മാറ്റം. ജനങ്ങളുടെ പ്രാക്കുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന സാറിന്റെയും ഭാര്യയുടെയും ഒക്കെ വിശ്വാസം. ഇവനൊക്കെ ഏത് കാലത്ത് നന്നാവാനാ?